എനിക്ക് ഈ സാധനത്തിനെ കണ്ണിന് കണ്ടുകൂടാ, പക്ഷെ ഞാൻ നോക്കുന്നിടത്തല്ല ഇതുണ്ട് താനും. മുപ്പി വണ്ട് മഴയങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ എത്തിക്കോളും. പിന്നെ നോക്കുന്നിടത്തല്ല ഇതാ. ചുവരില്, ബെഡില്, എന്തിന് ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് ആ കാശില്ലേലും ഈ വണ്ട അതിൻ്റെ ഉള്ളിൽ കാണും. പിന്നെ അന്വേഷണമായി ഇതിനെ എങ്ങനെ തുരത്താന്ന്. ശാശ്വതമായിട്ടൊരു പരിഹാരം നാഹിഹെ. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണാം വേറെയും കഥകൾ. ഇത്രയും വൃത്തിയായിട്ടൊരു ജന്തുവിന് ഇത്രയും ക്യൂട്ടായിട്ടുള്ള പേര് എങ്ങനെ വന്നു എന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? പേര് ക്യൂട്ടാണെന്ന് എനിക്ക് തോന്നിയതാണ്. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള മുപ്ലി എന്ന സ്ഥലത്തൊരു റബ്ബർ എസ്റ്റേറ്റിൽ നിന്നാണ് ഇതിനെ കൂട്ടത്തോടെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. വെളിച്ചം കണ്ട് അട്രാക്റ്റഡ് ആയിട്ടാണ് ഇത് വീടുകളിലേക്കൊക്കെ എത്തുന്നത്. അങ്ങനെ വീടുകളിലേക്ക് എത്തിയാൽ പിന്നെ ഒറ്റകൾ പോവില്ല. ഉത്തരത്തേലും ഓടിൻ്റെ ഇടയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിപ്പാവും. 12 മാസം മാത്രം ജീവിതചക്രമുള്ള ഈ പ്രാണി അതിൽ 9 മാസവും തീറ്റയും കൂടിയൊന്നും ഇല്ലാണ്ട് വീടിൻ്റെ ഏതെങ്കിലും മൂലയിൽ ചടഞ്ഞുകൂടി ഇരിപ്പായിരിക്കും. ഇങ്ങനെ 9 മാസം തീറ്റയും കൂടിയൊന്നും ഇല്ലായിരുന്നിട്ടും ഇവർക്ക് പറക്കാനും മറ്റുള്ള എനർജി എവിടുന്ന് കിട്ടുന്നതെന്ന് ഇന്നും കണ്ടെത്തിയിട്ടില്ല. വ്യക്തമായിട്ട് കണ്ടുപിടിക്കാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. മുൻ വർഷം വന്ന അതേ സ്ഥലത്ത് പിറ്റേ കൊല്ലം കറക്റ്റായിട്ട് എങ്ങനെയാണ് ഈ വണ്ടുകളുടെ പിൻതലമുറക്കാർ എത്തിപ്പെടുന്നതെന്ന്. ഏത് രീതി മുഖേന ഈ കൊല്ലം ഒഴിവാക്കിയാലും പിറ്റേ കൊല്ലം വരും. മുന്നേ പറഞ്ഞിരുന്നല്ലോ, വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 9 മാസം ചടഞ്ഞുകൂടി ഇരിപ്പായിരിക്കുമെന്ന്. നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ ചടഞ്ഞുകൂടി ഇരുത്തം കൊട്ടക്കണക്കിന്. വീടിനടുത്തുള്ളൊരു ചാർത്താണിത്. അവിടെയാണ് ജന്തുവിൻ്റെ ഇത്തവണത്തെ വിശ്രമം. നിങ്ങൾ ഈ ഒരു വാർത്ത ശ്രദ്ധിച്ചോ? ഇത് കാലടി പ്ലാന്റേഷനിൽ മുപ്ലി വണ്ടിനെ തുരത്താനായിട്ട് പുളിയുറുമ്പിനെ ഇറക്കിയതിനെ പറ്റിയുള്ള ഒരു വാർത്തയാണ്. ഇതിനു മുന്നേ കോഴിക്കോട് പേരാമ്പ്ര എസ്റ്റേറ്റിൽ ഇത്തരത്തിൽ പുളിയുറുമ്പിനെ വെച്ചുള്ള പ്രതിരോധ രീതി സക്സസ് ആയിരുന്നെന്ന് ഈ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ട് ഞാനും ഇറക്കി പുളിയുറുമ്പുകളെ. ആ വണ്ടുകളുണ്ടായിരുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ ഞാൻ ആ ഉറുമ്പും കൂട് കൊണ്ടുപോയി സെറ്റാക്കി വെച്ചു. 1-2 ദിവസം ഉറുമ്പുകൾ വണ്ടുകളുടെ ചുറ്റും അങ്ങനെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നു. ഞാൻ ആദ്യം വിചാരിച്ച ഉറുമ്പുകൾ വണ്ടുകളെ സ്കെച്ച് ചെയ്യുന്നതാണ്. പക്ഷെ 3-ാം ദിവസം ഉറുമ്പുകൾ പൊടിയും തട്ടിപ്പോയി. വണ്ടുകൾ മേലെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്, പക്ഷെ കൂട്ടിലൊരൊറ്റ ഉറുമ്പുകളില്ല. ഇനിയിപ്പോൾ ഇലകൾ മാത്രമായിട്ട് നമുക്ക് എന്തിനാ? നമ്മളിവിടെ പ്രയോഗിച്ച് ഫലിച്ചിട്ടുള്ളൊരു സാധനമാണിത്, പാറ്റച്ചോക്ക്. ഇത് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ചാർത്തിനുള്ളിൽ നിന്ന് കിട്ടിയ വണ്ടുകളാട്ടോ. ഇതിവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ചെരുവാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ ഈ പാറ്റച്ചോക്കിന് വരച്ചിട്ട് പിന്നെ ഇങ്ങനെ കാണുന്ന വണ്ടിനെയൊക്കെ അടിച്ചു കൂട്ടി ഇതിനകത്ത് കൊണ്ടിടും. വേഗം തന്നെ ചത്തു കൂട്ടോ. അങ്ങനെ അങ്ങ് പോയാലോ? ചില ടൈമിൽ ഇത്തിരി മേമ്പൊടിക്ക് വേണ്ടിയിട്ട് ഉറുമ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. ഈ ഉറുമ്പൊടിയിലും പാറ്റച്ചോക്കിലൊക്കെ മെയിനായിട്ടൊരു കണ്ടന്റ് വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് സൈപ്പർമെത്രിൻ. ഇതിനെ തുരത്താൻ വേണ്ടി ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്ന വേറൊരു മരുന്നാണ് ഈ മരുന്ന് കേട്ടോ. ഇതിൻ്റെ പേര് ഫ്ലൈക്കിൽ നിന്നാണ്. ഇതിലും ഉണ്ട് സൈപ്പർമെത്രിൻ, പക്ഷേ ഇതിൽ കണ്ടന്റ് ഇത്തിരി കൂടുതലാണ്. ഇതിൽ 10% സൈപ്പർമെത്രിൻ വരുന്നത്. ഈ കുപ്പിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് കുട്ടികളുടെ അടുത്തുനിന്നും ഭക്ഷണത്തിൻ്റെ അടുത്തുനിന്നൊക്കെ മാറ്റി വെക്കണമെന്ന്. ഈ സൈപ്പർമെത്രിൻ ഒരു ഇൻസെക്ടിസൈഡാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക. ഈ ഹിറ്റിലും അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ സാധനത്തിലും ഏകദേശം ഈ കണ്ടന്റ് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഈ സാധനം നമ്മളിതുവരെ ഇവിടെ പരീക്ഷിച്ചിട്ടില്ല. നമുക്കേതായാലും ഇവറ്റകളുടെ മേൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഏകദേശം മണ്ണെണ്ണേൻ്റെ ഒരു സ്മെല്ലാട്ടോ ഇതിന്. 10 ml 1 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഞാൻ മിക്സ് ചെയ്ത്. കുപ്പി 1 ലിറ്ററിൻ്റെ ആയതുകൊണ്ട് തന്നെ അളക്കാൻ വേറെ പാത്രത്തിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് വേഗം തന്നെ വണ്ടുകൾ ഇരിക്കപ്പുറത്ത് ഇല്ലാതെ പുറത്തേടാൻ തുടങ്ങിട്ടോ. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ചത്തുപൊഴിഞ്ഞ് വീഴാനും തുടങ്ങി. ഞാൻ ഏകദേശം ഇത്രയാട്ടോ സ്പ്രേ ചെയ്തുള്ളൂ. അപ്പത്തേനും ചത്തു വീഴാൻ തുടങ്ങി. നല്ല എഫക്റ്റീവാണ് ഈ സാധനം. സ്പ്രേ ചെയ്യുമ്പോൾ മാസ്ക് ഉപയോഗിക്കാനും പിന്നെ കണ്ണിൽ വീഴാണ്ടൊക്കെ നോക്കണം, ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. അങ്ങനെ ഒരു വണ്ട് പോലും ജീവനോടെ ബാക്കിയില്ലാണ്ട് ചത്തു വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക്